ഹലോ ഗേസ്, അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ അതേ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കല്യാണത്തിന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നിട്ട് വീഡിയോസൊക്കെ കല്യാണ വീഡിയോ ആണ്. പിന്നെ കാക്കാൻ്റെ മോൻ്റെ കല്യാണം കേട്ടോ. അതിൻ്റെ വീഡിയോസ് നീക്കാതിൻ്റെ വീഡിയോസൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതാ ഇതുണ്ടല്ലേ ഞങ്ങളെ വീട്ടിലത്തെ കല്യാണമാണ്. മറ്റേത് പുതിയൻ്റെ വീട്ടിലത്തേനും മേലാറ്റൂർ ഓഡിറ്റോറിയത്തിൽ കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുകൊണ്ടു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യുന്നുണ്ടേ. അപ്പോൾ അത് നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട്. ഇത് തുവൂർ ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ അത് എത്താനായിട്ടുണ്ട് കേട്ടോ. പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഒരു ദിവസേനു കേട്ടോ. പുതിയനിൻ്റെ വീട്ടിലത്തെ കല്യാണം, നമ്മളെ വീട്ടിലത്തെ കല്യാണമൊക്കെ ഒരു ദിവസേനു. ഞങ്ങളത് 4 മണിക്ക് 4:30 തൊട്ടിട്ട് രാത്രി വരെയും കല്യാണം ഉണ്ടായിരുന്നത്. മറ്റേത് ഉച്ചക്കേനു കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെ വന്ന് പിന്നെ കുറേ ലേറ്റായി, റെസ്റ്റ് എടുത്ത് കുറേ മാറ്റി, പിന്നെ രണ്ടാമത് മാറ്റി, പിന്നെ വന്നപ്പോൾ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ വോട്ടിൻ്റെ റിസൾട്ട് അറിയുന്ന ദിവസം കൂടെ ആയതുകൊണ്ട് കുറേ ആൾക്കാർ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോൾ തന്നെ പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചെന്നപ്പോൾ ആദ്യം വിചാരിച്ചു എന്തൊക്കെ തീരെ ആളില്ലല്ലോ, എന്തായാലും വരാത്തെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോഴല്ലേ കാണുന്നത് കുറേ ആൾക്കാർ വന്ന് പോയിട്ടുണ്ട്. റിസൾട്ട് അറിയാനും പിന്നെ തിരക്കാവും, പിന്നെ ബ്ലോക്ക് ആവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ആൾക്കാർ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇത് പിന്നെ കാക്കാൻ്റെ മക്കളാണ്, രണ്ടാൾ കേട്ടോ. പിന്നെ അവർ വീഡിയോ കണ്ടപ്പോൾ ഉണ്ടല്ലോ, വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി നിൽക്കുന്ന പറഞ്ഞാൽ അങ്ങനെ നിർത്തിച്ചാണ് കേട്ടോ. അപ്പോൾ അത് അവർ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളൊന്നിച്ച് നിന്ന് കണ്ട് കൂടെ എടുത്തിട്ടോ. എന്നിട്ട് അത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു ദിവസം ആകുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു ഇതാണല്ലേ, ഉച്ചക്കത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊന്ന് റെസ്റ്റ് എടുക്കാനോ ഇതിനും കൂടെ കഴിയാതെ നമ്മൾ എടുത്ത് മാറ്റി റെഡിയായി. പിന്നെ അടുത്ത കല്യാണത്തിന് മുമ്പ് ഒരു സുഖം തോന്നിയില്ല കേട്ടോ. വേറെ എന്തോ ഒരു കാര്യം കൂടെ പറയല്ലേന്ന് വെച്ചാൽ രാത്രി ഒരിക്കലും കല്യാണം വെക്കാതെ ഇരിക്കായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് എന്താണെന്ന് പറയുക, പിന്നെ നമ്മൾ വീഡിയോ എടുക്കാനൊരു ക്ലിയർ ഉണ്ടാവില്ല, ഫോട്ടോ ക്ലിയർ ഉണ്ടാവില്ല, ലൈറ്റും കാര്യങ്ങളൊന്നും ശരിക്കും ഉണ്ടാവില്ല കേട്ടോ. അതിൽക്കൂടി ഇതുണ്ടല്ലോ സ്റ്റേജിമൊക്കെ മുന്നിൽ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു മങ്ങലും മരിക്കിനി. അപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമ്മൾ ആഗ്രഹിച്ചതായി നല്ലൊരു കല്യാണം പ്രതീക്ഷിച്ചിരുന്നതിന്, പക്ഷേ രാത്രി ആയതുകൊണ്ട് നമ്മൾ വീഡിയോ ഫോട്ടോ ഒന്നും ക്ലിയറായി കിട്ടിയില്ല. അല്ലെങ്കിൽ തന്നെ ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ എങ്ങനെയൊക്കെ തപ്പി പിടിച്ചിട്ടായിരിക്കും എടുക്കുക. നമ്മളൊരു പരിധി ഉണ്ടല്ലോ നമുക്ക് എടുക്കുന്നതിനൊക്കെ, അങ്ങനെ ആയിരിക്കും എടുക്കുക കേട്ടോ. അതിൽക്കൂടി ഈ രാത്രിയും കൂടെ ആയപ്പോൾ ഉണ്ടല്ലോ ഒട്ടും ക്ലിയറായി കിട്ടിയില്ല. അപ്പോൾ അതാ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും വോയിസും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ പാട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2-3 വീഡിയോ ഇട്ടില്ല ഒരേ പാട്ട് തന്നെ കേട്ടോ. വേറെ നമ്മൾ പാട്ട് സെലക്ട് ചെയ്തിടുമ്പോൾ എന്തായാലും കോപ്പിറൈറ്റും കാര്യങ്ങളും വരും. അപ്പോൾ അതാണ് ആ പാട്ട് തന്നെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ആ പാട്ടിന് എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ പാട്ട് തന്നെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് പാട്ടിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പറ്റുകയാണെങ്കിൽ ലിയോല മ്യൂസിക്കോ ആ പാട്ട് തന്നെയൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതാ രാത്രി ഉണ്ടോ ഒരു ക്ലിയർ ഇല്ല അല്ലേ, ഒട്ടും ക്ലിയർ ഇല്ല, മങ്ങിയും കൊണ്ടാണ്. പിന്നെ ലൈറ്റും ക്ലിയർ ഇല്ല, ഉണ്ടായിട്ടുണ്ടായില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഒരുവിധമൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യം എന്താ പറയുകയെന്ന് വെച്ചാൽ അടിപൊളി ഫുഡാണ് കേട്ടോ. എല്ലാ ഐറ്റംസും ഉണ്ട്. ബിരിയാണി ഉണ്ട്, പിന്നെ അതേമാതിരി തന്നെ ചിക്കൻ പൊരിച്ചതും മന്തിയും പൊറാട്ട ചപ്പാത്തി അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പിന്നെ കാറ്ററിങ് ഇത് മറ്റേതുണ്ട്, വെൽക്കം ഡ്രിങ്ക് എല്ലാ ഐറ്റംസും ഉണ്ട്, ജിലേബി എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയാണ്ട് അങ്ങനെ ചൂടോൽക്കനെ കഴിക്കുകയാണല്ലോ, അതൊക്കെ ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് അവിടുത്തെ വീട്ടുകാരെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ഫോട്ടോയും കാര്യങ്ങളും പുതിയ സ്റ്റേജിമൊക്കെ കൊണ്ടുവരുന്നതും അതൊക്കെയാണ് ഉള്ളത്. അങ്ങോട്ടൊന്ന് കണ്ടു നോക്കിയേ. ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി, അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി, ഹൂറിയാൾ മുഹബ്ബത്തിൻ മധുരത്തേവി, മതിലങ്കും മദീനത്തെ രാജാത്തിപ്പൂവി. ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി, അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി, ഹൂറിയാൾ മുഹബ്ബത്തിൻ മധുരത്തേവി, മതിലെങ്കും മദീനത്തെ രാജാത്തിപ്പൂവി.
റസൂലൊരു കനവിൽ കണ്ട് ഒത്തിരി മോഹം കൽബിൽ കുതിർത്ത് ഹക്കവനിൽ ഇരവോതീരത്ത് മുത്ത് റസൂലൊരു കനവിൽ കണ്ട് ഒത്തിരി മോഹം കൽബിൽ കുതിർത്ത് ഹക്കവനിൽ ഇരവോതീരത്ത് അല്ലമീനന്നു വരുന്നു താരകം പൂത്തു ഇശലിന്റെ പൂക്കൾ കൊരുത്തൊരു മാലയും തീർത്തു ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി അശകൊത്ത മണി മുത്ത് ഖദീജ ബീവി നിഴലില്ലാത്തൊരു മേന്മയതുണ്ട് മേഘം കുട പോൽ ചൂടിയ കണ്ട് തോഴിയാൻ ബീവിയിൽ ചരിതമുരത്ത് നിഴലില്ലാത്തൊരു മേന്മയതുണ്ട് മേഘം കുട പോൽ ചൂടിയ കണ്ട് തോഴിയൽ ബീവിയിൽ ചരിതമുരത്ത് ഇതിഹാസം ആലത്തല്ലും കഥകൾ കേട്ട് ബീവിയാൾ ഖദീജ തൻ അശകൊത്ത മണി മുത്ത് ഖദീജ ബീവി ഹൂറിയാൽ മുഹബ്ബത്തിൻ മധുരത്തേവി മതിലെങ്കും മദീനത്തെ രാജാത്തിപ്പൂവി റസൂലൊരു കനവിൽ കണ്ട് ഒത്തിരി മോഹം. അപ്പോൾ അത് ഞങ്ങൾ കണ്ടല്ലോ അല്ലേ, ഈ കണ്ടുണ്ടല്ലോ പുതിയ സ്റ്റേജുമ്പോൾ കൊണ്ടുവരുന്നതും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുണ്ടല്ലോ ആ പുക ഇങ്ങോട്ട് അടിച്ചിട്ടുണ്ടല്ലോ, ഒരുവിധ ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എല്ലാവരും നീച്ചു പോകും കാര്യങ്ങളൊക്കെ ചെയ്ത്. ഒന്നാമത് ഈ വയസ്സായാലും കുട്ടികൾക്ക് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഇതിന്. പിന്നെ നമ്മൾ ഒരു ശ്വാസം മുട്ടണൊക്കെ മാറിക്കുണ്ട് ഇനി. അപ്പോൾ നമ്മൾ ആ പൊട്ടിക്കണുണ്ടല്ലോ അത് നല്ല രസമാണ് കേട്ടോ. അതൊന്നും ഈ പുകയിക്കണ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനെ കുറച്ചൊക്കെ ആയപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കാർക്കും കുട്ടികളും ചെറിയ മക്കളും വയസ്സായവർക്കൊക്കെ ഒന്നും ഒട്ടും ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ. പിന്നെ അത് നമ്മൾ കേക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കാക്കാൻ്റെ മോളെന്നെ സെറ്റാക്കിയാണ് കേട്ടോ. നല്ല അടിപൊളി കേക്കിന്. അപ്പോൾ അതും ഒക്കെ കട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് കണ്ടു നോക്കിയേ. അപ്പോൾ അതാ ബാക്കിയുണ്ടെന്ന് കണ്ടു നോക്കിട്ടോ. അരുണന്നേ
അപ്പോൾ അത് കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉണ്ട് എല്ലാവരും കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യണമായിട്ടോ. പിന്നെ നമ്മൾ ആദ്യമേ ഉണ്ടല്ലോ അവന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സ്റ്റേജിൽ കയറണവും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും കേട്ടോ. പിന്നെ ഇനി കാണിക്കണം അവൻ്റെ കുറച്ച് ഫോട്ടോ വീഡിയോസൊക്കെ കേട്ടോ. നല്ല രസമുണ്ടായി. ഇനി ഞങ്ങൾ കുറേ ഇരുന്ന് ചിരിക്കുകയൊക്കെ ചെയ്ത് നല്ല ഇഷ്ടമാണ് കേട്ടോ അവന് വീഡിയോ എടുക്കണോ ഫോട്ടോ എടുക്കണമൊക്കെ. അവനും അറിയാം പിന്നെ എൻ്റെ മാതിരി വീഡിയോ എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഫോണായിട്ട് അങ്ങനെ നടക്കൂട്ട് എടുക്കലും പോവുകയും ടൂറുമൊക്കെ ചെയ്താൽ അവനെ പിന്നെ എടുക്കണ കണ്ടിട്ട് എനിക്ക് യൂട്യൂബിൽ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അവൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ പുതിയനീൻ്റെ കോസ്റ്റ്യൂം നല്ല രസമുണ്ടായിന്. രാത്രി കൂടി ആയപ്പോണ്ടല്ലോ നല്ല തിളക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. രണ്ടും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ബാക്കിയൊന്ന് കണ്ടു നോക്കിയേ. പിന്നെ ഉണ്ടല്ലോ കേക്ക് ഉണ്ടല്ലോ അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേക്കും കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ കട്ട് ചെയ്തൊക്കെ കഴിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ മോളോട് പറയാം പിന്നെ അങ്ങോട്ട് കൊണ്ട് എനിക്ക് പിന്നെ വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വലിയ വലിയ പീസൊക്കെ എടുത്ത് കഴിച്ചിട്ടാണ് വീഡിയോൻ്റെ പേരും പറഞ്ഞിട്ട്. അപ്പോൾ അതാ കേക്ക് ഇതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിന്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ ഞാനും മൂപ്പരാക്കി എല്ലാവരും എടുത്തിട്ട് കേക്കൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റിലെ കേക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇതാ പരിപാടിയൊക്കെ ഏകദേശം നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിന്. ഈ രാത്രി ചെയ്താണ് ഒട്ടും പറ്റാത്തത്, അല്ലെങ്കിൽ ഒക്കെ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റായി. ഞങ്ങളുണ്ടല്ലോ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് റിസൾട്ട് അറിയുന്ന ദിവസം കൂടി അല്ലേ, അപ്പോൾ ബ്ലോക്കൊക്കെ ആയി റോഡൊക്കെ, അങ്ങനെയൊക്കെ ആയപ്പോൾ കുറച്ച് ലേറ്റും കൂടെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ ചെന്ന് ഒന്ന് മാറ്റി റെസ്റ്റ് ഒന്ന് മാറ്റലും ചുമയിലൊക്കെ കഴിഞ്ഞപ്പോഴേക്കിന് എന്തായാലും ലേറ്റായി കേട്ടോ. അപ്പോൾ വരാൻ നേരം വൈകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കല്യാണം എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വലിയ വീഡിയോ ആയിരിക്കും, പിന്നെ ഞാൻ വിചാരിച്ചത് ഒന്നിച്ചാണ് ഇടാന്നുള്ളത്. അപ്പോൾ അതാ ഈ വീഡിയോ ഉണ്ടല്ലോ നമ്മളെ കല്യാണ വീഡിയോ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത കല്യാണ വീഡിയോ കിട്ടുമ്പോഴുണ്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ ഇടയിൽ, അത് ഇപ്പോൾ കുറേ ആയിട്ട് ഇട്ടിട്ടില്ല കേട്ടോ, അതും ഇടയിൽ തുടങ്ങണം. ഷോർട്ട് വീഡിയോ കുറച്ച് കമ്മി തന്നെയാണ് ഇടയിൽ, അപ്പോൾ എല്ലാ ഇടയിൽ തുടങ്ങണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ. ഒക്കെ മടിയായിട്ട് അങ്ങനെ നിൽക്കണതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.